Okay students, നമ്മൾ ഈ വീഡിയോയിൽ സിങ്കിങ് ഫണ്ടിന്റെ ഒരു പ്രോബ്ലമാണ്. സിങ്കിങ് ഫണ്ട് എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ജേർണൽ എൻട്രി ആണ്, അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നോക്കി നമ്മൾ അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തില്ലാണ് അല്ലേ. സോ ഈ വീഡിയോയിൽ നമ്മൾ സിങ്കിങ് ഫണ്ടിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ പോണേ നോക്കണം. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എന്താണ്, ഓരോ ടേമിലും പിആർഎല്ലിൽ നിന്ന് ഒരു സെർട്ടൻ എമൗണ്ട് നമ്മൾ ഫണ്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അല്ലേ. ബാങ്ക് ത്രൂ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാവുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുണ്ടാവുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഏത് അക്കൗണ്ടിൽ തന്നെ കൊണ്ടുവരുന്നു, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ തന്നെ കൊണ്ടുവരുന്നു. അതായത് ഇൻട്രസ്റ്റിനെ ഇൻവെസ്റ്റ്മെന്റിലോട്ടല്ല, ഇൻട്രസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് സിങ്കിങ് ഫണ്ടിൽ തന്നെ കൊണ്ടുവരുന്നു. ഇനി അറ്റ് ദ എൻഡ് നമ്മൾ അത് എന്ത് ചെയ്യാൻ പോവാ, ആ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യാൻ പോവാണ്. ആ സെയിൽ ചെയ്യുന്ന നേരത്ത് പ്രോഫിറ്റോ ലോസോ സംഭവിക്കുകയാണെങ്കിൽ അതിനെയും ഏതിലോട്ട് തന്നെ കൊണ്ടുവരണം, നമ്മുടെ സിങ്കിങ് ഫണ്ടിലോട്ട് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് ആ സിങ്കിങ് ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്തിലോട്ട് മാറ്റണേ, ഈ പറയുന്ന റിസർവായിട്ട് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ, ഓർമ്മയുണ്ടല്ലോ. നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നമ്മുടെ മെറ്റീരിയലിനകത്ത് തന്നെയുള്ള പ്രോബ്ലമാണ്. നോക്കി, ഓൺ 1st April 2014 H Limited issued 442 10% debentures at the rate of 1000 each at a discount of 10%, redeemable at a premium of 5% after 4 years. മനസ്സിലായി എന്തൊക്കെയായിരുന്നു? ഡിസ്കൗണ്ട് 10% ആണ്, റിഡംഷൻ നടത്തുന്നതും പ്രീമിയത്തിലാണ് 5% 4 വർഷത്തിന് ശേഷം. ഇനി it was desired to create sinking fund for the purpose of accumulating sufficient fund to redeem the debentures and to invest some readily convertible securities yielding 10% interest. സോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എത്രയാ, 10% റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിഫറൻസ് ടു ദ ടേബിൾ ഷോ വൺ ഡേ. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഈ പറയുന്നത്. നോക്കി, അതായത് the table shows that 1% per annum at a 10% compound interest amounted 4.641 in 4 years. മനസ്സിലായി? നമ്മൾ പ്രസന്റ് വാല്യൂ ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെ എഫ് എമ്മിനകത്ത് പ്രസന്റ് വാല്യൂ ഒക്കെ പഠിച്ചില്ലായിരുന്നു. സോ ആ ഒരു രീതിയിലാണ് പറയണേ. ₹1 എന്ന് പറയുന്നത് നോക്കി, കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് എമൗണ്ടഡ് ടു ₹4.641 ആവും. അതായത് ഓരോ രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ₹1 4 വർഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര കിട്ടും? 4.641 കിട്ടും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ₹1 വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 4 വർഷം കൊണ്ട് ₹4 കിട്ടണ്ടേ. പക്ഷെ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ അക്യുമുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് എത്ര രൂപ വരും? ₹4.641 വരും. നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ആർ ടു ബി മെയ്ഡ് ഇൻ ദ ബോണ്ട്സ് ഓഫ് 1000 ഈച്ച് വാല്യൂബിൾ അറ്റ് പാർ. ബോണ്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി പറഞ്ഞത് ഓൺ 31st March 2018 ദ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ്ഡ്. അതായത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റും ഫുൾ ആയിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു? 3,40,000 rupees സെയിൽ ചെയ്തു. ദ ബാങ്ക് ബാലൻസ് ആസ് ഓൺ ദ ഡേറ്റ് വാസ് 50,000. ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം ആണല്ലോ. ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു സാധനം ഇതാ. ₹4 ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ₹4.641 കിട്ടും. സോറി, അത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നോക്കാം. നമുക്ക് വർക്കിംഗ് നോട്ട്സ് നോക്കാം, എന്നിട്ട് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. നോക്കി, ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 4,42,000 വരും അല്ലെ. കാരണം എന്താ, ക്വസ്റ്റിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. issued 442 at the rate of 1000 each അല്ലെ. സോ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 4,42,000 വരും. ഇനി റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. സോ ആ എമൗണ്ടും കൂടെ നമ്മൾ എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം? റിഡംഷൻ വേണ്ടേ അല്ലെ. അതായത് 22,100 rupees പ്രീമിയം വരും. റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം വരും. കാരണം നമ്മളോട് പ്രീമിയം ഓൺ റിഡംഷൻ അത്ര 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ സിങ്കിങ് ഫണ്ട് എടുത്തു വെക്കുന്നത് എന്തിനാ? ഈ പറയുന്ന പോലെ റിഡംഷൻ അല്ലെങ്കിൽ റിഡംഷന്റെ സമയത്ത് നമുക്ക് ഒരു ബൾക്കായിട്ട് എമൗണ്ട് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ 4,42,000 പ്ലസ് 22,100 rupees, ദാറ്റ് മീൻസ് ടോട്ടൽ നമുക്ക് എത്ര വരും? 4 വർഷം കഴിയുമ്പോൾ നമുക്ക് 4,64,100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും നമ്മൾ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടല്ലോ. എങ്ങനെയായിരുന്നു? ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4,64,100 രൂപ വേണം ആഫ്റ്റർ 4 years. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും നമുക്ക് എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതി?
നമ്മളോട് ഒരു ക്ലൂ അവർ പറഞ്ഞിട്ടുണ്ട്. 1 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 4 ചെയ്യുമ്പം 4 രൂപയല്ല നമുക്ക് കിട്ടണേ, 4.641 രൂപയാണ് കിട്ടണേ അല്ലേ? അങ്ങനെയാണെങ്കിൽ 4,64,100 രൂപ കിട്ടാൻ ഡിവൈഡഡ് ബൈ 4.641 ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർഷം എത്ര രൂപ വെച്ച് ചെയ്താൽ മതി? ഓരോ വർഷം എത്ര രൂപ വെച്ചിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി? 1 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം 1 ലക്ഷം രൂപ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 10% പലിശയോട് കൂടി 1,10,000 രൂപയാവും അല്ലേ? രണ്ടാമത്തെ വർഷം ആ 1,10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണേ. സോ അതിന്റെ അഗെയിൻ 10% നമുക്ക് എന്തായിട്ട് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതെ, വർക്കിംഗ്സ് നോക്കി, ഓരോ ടേമിലും നമുക്ക് ഉണ്ടാവുന്നത്, അതായത് ഓപ്പണിങ്ങിൽ 1 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേ. ഇനി ആദ്യത്തെ വർഷം കഴിയുമ്പം 1,10,000 രൂപ വരും അല്ലേ? എന്നിട്ട് അതായത് ആദ്യത്തെ വർഷത്തെ 10,000 കൂടെ ചേർത്തി നമ്മൾ എഗെയിൻ എത്ര വരും? 2,10,000 രൂപ വരും. എങ്ങനെയാന്ന് മനസ്സിലായോ? ആദ്യത്തെ വർഷത്തെ 1 ലക്ഷം രൂപ, ആ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് 10,000 രൂപ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 1,10,000 ആയി. പ്ലസ് രണ്ടാമത്തെ വർഷം നമ്മൾ മാറ്റി വെക്കാൻ പോകുന്ന 1 ലക്ഷം രൂപ. അങ്ങനെ രണ്ടാമത്തെ വർഷം അവസാനം നമുക്ക് എത്ര കിട്ടും? 2,10,000 രൂപ കിട്ടും. ഇനി മൂന്നാമത്തെ വർഷത്തെ നോക്കി, ഓപ്പണിംഗ് ബാലൻസ് 2,10,000 രൂപ, അതിന് 10% പലിശ കിട്ടും അല്ലേ? 21,000 രൂപ കിട്ടും. ഇനി അടുത്തത് എത്ര തന്നെ വരും? 1 ലക്ഷം രൂപ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വരും. സോ അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1,21,000 രൂപ മൂന്നാമത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ആണല്ലോ. എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് എത്ര വരും? 3,31,000 വരും. ആൻഡ് ദ ഫോർത്ത് വൺ 3,31,000 ആണ്. അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര വരും? 33,100 വരും. ആ വർഷം നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും. 1 ലക്ഷം രൂപ മാറ്റി വെക്കും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? സിങ്കിങ് ഫണ്ടിനകത്ത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കില്ല? ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ആ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതിനകത്ത് നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടാറില്ല, അല്ലെങ്കിൽ കിട്ടില്ല. കാരണം എന്താ? ആ വർഷം തന്നെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യാൻ പോവാ? നമ്മളത് സെയിൽ ചെയ്യാൻ പോവാ. സോ ചെയ്ത മനസ്സിലായോ? ചെയ്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ? ആദ്യത്തെ വർഷം 1 ലക്ഷമാണ്, അതിന്റെ പലിശയോട് കൂടി ചേർന്ന് രണ്ടാമത്തെ വർഷം 1,10,000 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് 2,10,000-ന് 21,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. സോ ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് മനസ്സിലായാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. നോക്കാം അല്ലേ? നമുക്ക് 2 അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും. ആദ്യം നമുക്ക് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നോക്കാം, എന്നിട്ട് നമുക്ക് സിങ്കിങ് ഫണ്ടിലോട്ട് കിടക്കാം. സോ നോക്കി, ഫസ്റ്റ് ഇയറിൽ 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ നമ്മൾ എഴുതി. ആദ്യത്തെ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടത്തൊന്നുമില്ല, ഇല്ലല്ലോ. സോ ആ 1 ലക്ഷം രൂപ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ നമുക്ക് എഴുതാം. ഇനി സെക്കൻഡ് ഇയറിൽ നോക്കി, ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ എഴുതി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എത്രയാ? 1,10,000 രൂപയാ. കാരണം എന്താ? ഫസ്റ്റ് ഇയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട് 10,000 അല്ലെ? അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 31 മാർച്ചിൽ ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എത്ര വരും? എത്ര വരും? 2,10,000 രൂപ വരും. ഇനി മൂന്നാമത്തെ വർഷം 2,10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാങ്ക് വഴി നമുക്ക് എത്ര രൂപ വരും? 1,21,000 വരും. ആ 1,21,000 എന്താണെന്ന് മനസ്സിലായോ? 1 ലക്ഷം രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും 21,000 രൂപ ഇത്രയും നാളത്തെ ഇൻട്രസ്റ്റും. കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 21,000. സോ അങ്ങനെ 1,21,000 റുപ്പീസ് നമ്മൾ മാറ്റി വെക്കുന്നു. ടോട്ടൽ 3,31,000 ആയി. ഇനി ലാസ്റ്റ് ഇയർ 3,31,000 ആണ് നമുക്ക് പറഞ്ഞത് ആണല്ലോ. നമ്മൾ തേർഡ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യണേ? 3,31,000 ഉണ്ടായിരുന്ന സാധനം നമ്മൾ 3,40,000 ആണ് നമ്മൾ സെയിൽ ചെയ്യണേ. സോ നമുക്ക് പ്രോഫിറ്റ് എത്ര വരും? 9,000 റുപ്പീസ് പ്രോഫിറ്റ് വരും. ഈ പ്രോഫിറ്റ് ഏതിലോട്ട് പോകണം? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, ദാറ്റ് മീൻസ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലോട്ട് പോകണം. ചെയ്ത പ്രോസസ്സ് മനസ്സിലായോ? എങ്ങനെയായിരുന്നു? മാറ്റി വെക്കുന്നു. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പോലെയല്ല. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടുത്ത വർഷങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് വരയ്ക്കാം. ഈ ഒരു എമൗണ്ട് ഓർത്തിരിക്കണമെന്ന് മാത്രം. 9,000 റുപ്പീസ് നമുക്ക് എന്തുണ്ടായിരുന്നു? പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നോക്കാം. നോക്കി, ഫസ്റ്റ് ഇയറിൽ ബൈ P&L അക്കൗണ്ട് 1 lakh റുപ്പീസ് നമ്മൾ മാറ്റി വെച്ചു അല്ലേ? അത് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതി. സെക്കൻഡ് ഇയറിലോ ഓപ്പണിംഗ് 1 lakh റുപ്പീസ് എഴുതി. ഇൻട്രസ്റ്റ് നമ്മൾ 10,000 റുപ്പീസ് ഇതിലോട്ടാണ് മാറ്റി വെച്ചത്.
കൂടാതെ ഈ വർഷം 1 ലക്ഷം രൂപയും കൂടെ മാറ്റി വെച്ചു. സോ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് എത്ര വരും? 2,10,000 വരും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് 1 lakh, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 10,000 നമ്മൾ ഫണ്ടിലോട്ടാണ് കൊണ്ടുവരണേ അല്ലേ? അപ്പോൾ 1,10,000 ആയി. കൂടാതെ സെക്കൻഡ് ഇയറിൽ നമ്മൾ മാറ്റി വെക്കുന്ന 1 lakh, അങ്ങനെ 2,10,000 rupees ആയി. ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതി, അതിൽ ഇൻട്രസ്റ്റ് കിട്ടി 21,000, അത് എഴുതി. ആൻഡ് നെക്സ്റ്റ് ഇയർ നമ്മൾ എഗെയിൻ 1 lakh rupees മാറ്റി വെച്ചു. ടോട്ടൽ 3,31,000 rupees ആയി. 3,31,000 rupees ബാലൻസ് ആയിട്ട് എഴുതാം. മനസ്സിലായി? അടുത്ത ഇയറിൽ നോക്കി, ബാലൻസ് ബ്രോഡ് ഓൺ 3,31,000. എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് 33,100 rupees ഇൻട്രസ്റ്റ് നമ്മൾ എഴുതി. ഈ വർഷം നമ്മൾ എത്ര മാറ്റി വെക്കണേ? P&L-ലോട്ട് 1 lakh rupees ആണ് മാറ്റി വെക്കണേ. കൂടാതെ ലാസ്റ്റ് ഇയറിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഒരു 9,000 rupees കൂടെ കിട്ടും. ചെയ്ത് മനസ്സിലായോ? പ്രോഫിറ്റ് ആയിട്ട് ഒരു 9,000 rupees കൂടെ കിട്ടും. ഇനി ഇവിടെ വരുമ്പോൾ നോക്കി, ഇഷ്യൂവിന് വേണ്ടിയിട്ട് 22,500 ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് നമുക്ക് എത്രയും മാറ്റാം? 4,51,000 മാറ്റാം. ഇത് ലോസാണ്. സോ അതിനെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ് 22,100 രൂപ മാറ്റാം. ബാലൻസ് എമൗണ്ടിനെ എടുത്തിട്ട് ഏതിലോട്ട് മാറ്റാം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റാം. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഏക കാര്യം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിന്റെ ട്രീറ്റ്മെന്റാണ്. അവിടെ ക്യുമുലേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇൻട്രസ്റ്റിനെ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായി? പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒറ്റ പ്രോബ്ലം ഉള്ളൂ സിങ്കിങ് ഫണ്ടിന്റെ, അതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ബൈ.